നേരം വെക്കി പോയിട്ടാ, ഇല്ലെങ്കിൽ ഇതിനേക്കാളും അധികം സാധനം കിട്ടേനി. ഉള്ള സമയം കളിച്ചുകൂടി മോയന്തേ. ഹുസൈൻ അളിയൻ വന്നിട്ടുള്ള മുഴുവൻ ചാക്കിലാക്കി പോയിണതാ. മുണ്ടാണ് അങ്ങോട്ട് നടന്നാ നിങ്ങള് കാര്യം കൊറ്റിയേ ഓലക്കമ്മല വർത്താനം. ഞാൻ ഈ സുബൈർ പോണതിന് മുമ്പ് പോയിട്ട് കിട്ടുന്നിടത്തോളം കൊണ്ടുവരാൻ നോക്ക്. ആദ്യം തന്നെ എന്റെ ഏട്ടത്തിനടുത്ത് കെട്ടിയാൽ മതി. ഇനി ഓക്കെ ബുദ്ധിയും കൗശലമുള്ള ഈ ബോധം അന്ന് ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചില്ലായിനി. നിങ്ങളൊക്കെ മനസ്സിന്റെ കൂടുതൽ എണ്ണാൻ പറ്റുമോ? അതുകൊണ്ടാണല്ലോ ഞാൻ പോത്തിനെ കെട്ടി കൊണ്ടിറക്കേണ്ടി വന്നത്. പിന്നെ പോത്തിനോട് വേദോതിന് കാര്യമില്ല എന്നുള്ള ഒരു ചെല്ലുള്ളതിനോട് ജിജിനോടൊന്നും ഉണ്ടണ്ട. നടക്കാട്ട് അവിടെ നിക്ക്. രണ്ടാളും ഒരു തീരുമാനം ഉണ്ടായിട്ട് ചവിത്തക്ക് കേറിയാ മതി. ജിന്റെ മകനല്ലേ? എനിക്കറിയില്ല. എന്നാല് എനിക്കറിയാം. ജിന്റെ മകനോ ഞാൻ എന്റെ ബാപ്പിയാ. ജിന്റെ മകനോ ഞാൻ എന്റെ ബാപ്പിയാ. ആ ഇത്രമാത്രം ചൂടാൻ ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ ഒന്നും ഉണ്ടായില്ലേ? പെണ്ണുങ്ങൾ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നെന്ന് കേട്ട് ഇജാണ്ട് പായുന്നതിന് മുമ്പ് വയസ്സായ തള്ളനോടും തന്നനോടും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ തോന്നിയ എനിക്ക്. ഇതാപ്പോ വലിയ കാര്യം. ആദ്യം തള്ളിയും തന്തി പൊരന്റെ അകത്തുനിന്ന് അടങ്ങിയിരിക്കാൻ നോക്കി. തന്ത 24 മണിക്കൂർ ചായ പീടിയാല് ചേക്കുവിന്റെ പുര. വലിയ ചങ്ങായിയാണല്ലോ ചേക്കു. കള്ള 24 മണിക്കൂറും അയൽപക്കത്തെ ടിവിന്റെ മുന്നിൽ. ഇവിടെ നിങ്ങളെ രണ്ടാളെയും തെരഞ്ഞ് ഞാൻ നടക്കണല്ലേ? വയസ്സായ ബാപ്പാനും ഇമ്മാനെയും ഒന്ന് അനുസരിച്ചുകൂടെ എനിക്ക്? വയസ്സായും പറയല്ലാതെ അതിന്റെ ലക്ഷണമൊന്നും കാണില്ലല്ലോ. നിങ്ങളെ പ്രായത്തിലുള്ള ആരെങ്കിലും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ? എന്റെ വിധിന്നല്ലാതെ എന്ത് പറയാന്? നിങ്ങളെ കണ്ണൂക്കിന്റെ ഒരു പിടി ചോറ് തിന്നാന് മക്കളായ ഞങ്ങൾക്കും ഉണ്ടാവും ആഗ്രഹം. അത് നിങ്ങളും മനസ്സിലാക്കണം. ഞങ്ങൾക്കാർക്കൊന്നും കൊണ്ടുവന്നില്ല സൂറ. സുബൈർ ഇപ്രാവശ്യം വെറുങ്കയായിട്ട് അമ്മ വന്നത്. വലിയ പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. എന്റെ ഉമ്മ, ആ പെട്ടി നിറയെ മറ്റുള്ളവരുടെ സാധനങ്ങളായിരുന്നു. ആങ്ങളെ വന്നിട്ട് ഞമ്മക്ക് എന്താ മരുവള് കൊണ്ടുവന്ന കുഞ്ഞുകറിയാ? ആനമുട്ട പിഞ്ഞത് നിങ്ങക്ക് വേണ്ടില്ലേനു? എനിക്കും അല്ലേം കിട്ടിയോ? ഈ വയസ്സ് കാലത്ത് എനിക്ക് പോറിയ സാധനമാണല്ലേ? മുണ്ടാണ്ടാടെ കുത്തിയിരുന്നോ? മുണ്ടാതെ. എനിക്കപ്പ വയസ്സായത്, നിങ്ങളിപ്പോ ചെറുപ്പക്കാരനാ? ആ ചെറുപ്പക്കാരൻ തന്നെ. എന്റെ ആ ലക്ഷണം കെട്ടമാണില്ലേ? ഓന്റെ കണ്ണൂക്കിന്റെ ചോറ് നടക്കുക. ഓന്റെ ആ കൊന്ത്രമ്പല്ല് ഞാൻ തട്ടു. ആ കൊന്ത്രമ്പല്ല് ഞാൻ തട്ടു. ജല്ല ഞാൻ തട്ടു. എന്നാലൊന്ന് കാണണല്ലോ. അറിയാത്തോണ്ട് ചോദിക്ക. എന്തിനുള്ള പുറപ്പാടാ? കൊറേ കാലാലോ എന്റെ ബെയ്ത്താലോ കൂടുന്നു. എനക്ക് എന്താ മാണ്ടിയത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ വാപ്പേ, എനിക്ക് ബിസിനസ് തുടങ്ങാൻ കുറച്ച് പൈസ വേണമെന്ന്. നിങ്ങളെ അടുത്ത് കണ്ടമാനം പൈസ അല്ലേ? കടം തന്നാ മതി. മാസം തന്ന് വീട്ടിക്കോളാം. കുറച്ച് പൈസ എന്റെ അളിയനോട് വാങ്ങും. ഈ കൂലിപ്പണി എടുക്കാൻ ഇന്നെ കൊണ്ടാവൂല. ആ ആയിക്കോട്ടെ. എത്ര ഉറുപ്പ്യ എനിക്ക് ഞാൻ തരേണ്ടിയത്? 50,000. ആ എന്ത് ബിസിനസ് ആജി തുടങ്ങണേ? കോഴിക്കച്ചവടം. അതേതായാലും എനിക്ക് ചേരും. പക്ഷെ എനക്കൊന്ന് കേക്കണോ? ആ ബിസിനസിന് 5 പൈസ ഞാൻ തരൂല. 5 പൈസ. ബാപ്പേ, ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേക്കി. എന്ത് പറഞ്ഞാലും ജീവനുള്ള കാലത്ത് ആ ബിസിനസിന് ഒരു നയാ പൈസ ഞാൻ തരൂല. നയാ പൈസ മാണ്ട. നിങ്ങളെ ജീവൻ പോണ വരെ ഞാൻ കാത്തുന്നോളാം.